കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. മാനസം വേദനയിൽ ഉരുകുന്നു. ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. മാനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവാടി ഞാൻ നീട്ടിയിടുമേ. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവാടി ഞാൻ നീട്ടിയിടുമേ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭൂമിയിൽ ഒരുപാട് വൃക്ഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ 7 വേരുകളുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ച് ആണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. 7 വേരുകളെന്ന് പറയുമ്പോൾ അതിനൊരു തായ്വേരുണ്ട്. തായ്വേരിന് ചുറ്റിപ്പറ്റി ബാക്കി 6 വേരുകളുണ്ട്.
ഇങ്ങനെ 7 വേരുകളുള്ളൊരു വൃക്ഷം. ഭൂമിയിൽ നമ്മൾ മനുഷ്യന് ഉപകാരമുള്ള വൃക്ഷങ്ങളെ കണ്ടിട്ടുണ്ട്, ഉപദ്രവകാരിയായ വൃക്ഷങ്ങളെ കണ്ടിട്ടുണ്ട്, ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത വൃക്ഷങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ വൃക്ഷം ഉപകാരമില്ല, ഉപദ്രവം മാത്രം തരുന്ന ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ തായ്വേരാണ് ഈ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൂമിയിലല്ല ഈ വൃക്ഷം വളരുന്നത്. ഈ വൃക്ഷം വളരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഭൂമിയിൽ വളരുന്ന വൃക്ഷമാണെങ്കിൽ നമുക്ക് ഈ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രൊക്ലൈൻ പോലുള്ള മിഷനറി ഉപയോഗിച്ച് അതിനെ വേരോടെ പിഴുതെടുക്കാം. പക്ഷേ ഈ വൃക്ഷത്തെ നമുക്ക് വേരോടെ പിഴുതെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വൃക്ഷം വളരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഈ വൃക്ഷത്തെ നമുക്ക് JCB ഉപയോഗിച്ച് വേരോടെ പിഴുതെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ തായ്വേരിനെ പൊട്ടിച്ചാൽ ഈ വൃക്ഷം ഉടനെ മറിഞ്ഞു കിട്ടി വീഴും. ബാക്കി 6 വേരിനെ പൊട്ടിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് തായ്വേരിനെ പൊട്ടിക്കാതെ ബാക്കി 6 വേരിനെ പൊട്ടിച്ചാലും ഈ വൃക്ഷം ഒരു കേടും കൂടാതെ ഫലങ്ങൾ തരികയും ധാരാളം ഇലകൾ വരികയും പുഷ്പിക്കുകയും കാക്കുകയുമൊക്കെ ചെയ്ത് വളരെ ശക്തിയോടെ പടർന്നു പന്തലിക്കുന്ന ഒരു വൃക്ഷമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 18 ഇപ്രകാരം പറയുന്നു, വായിൽ നിന്നും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഈ വൃക്ഷം എവിടെയാണ് വളരുന്നതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുകയാണ്. വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ വൃക്ഷം, തായ്വേരുള്ള ഈ ബലിഷ്ഠമായ ശക്തിയുള്ള വൃക്ഷം വളരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ വളരുന്ന ഈ വൃക്ഷത്തെ എങ്ങനെ നമുക്ക് വേരോടെ പിഴുതെറിയാം? ഏതാണ് ഈ തായ്വേര്? ഏതാണ് മറ്റുള്ള 6 വേരുകൾ? നമ്മളിവിടെ ചിന്തിക്കുന്നത് തായ്വേരിനെ കുറിച്ചാണ്. ഈ തായ്വേരിൻ്റെ പേരാണ് ഹൃദയത്തിൽ വളരുന്ന വടവൃക്ഷമായ ഈ ബലിഷ്ഠമായ വൃക്ഷത്തിൻ്റെ തായ്വേരിൻ്റെ പേരാണ് എല്ലാവർക്കും സുപരിചിതമായ പേരാണ്. ആ തായ്വേരിൻ്റെ പേരാണ് അഹങ്കാരം. കേൾക്കുമ്പോൾ ഒന്നും നമുക്ക് തോന്നില്ല, ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുമോന്നോ ഇത് നമുക്ക് ശല്യം ചെയ്യുമോന്നോ ഒന്നും തോന്നില്ല. ഈ വേരിൻ്റെ പേരാണ് അഹങ്കാരം. ഇതിനെ വേരോടെ പിഴുതെറിയാൻ കത്തോലിക്ക സഭ മനോഹരമായ മൂർച്ചയേറിയ ഒരു ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. ഈ അഹങ്കാരമെന്ന തായ്വേരിനെ പിഴുതെറിയുവാൻ, തകർക്കുവാൻ, നിർവീര്യമാക്കുവാൻ അതിശക്തമായ ഒരു ആയുധത്തിൻ്റെ പേരാണ് എളിമ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എളിമ എന്ന വജ്രായുധമുണ്ടെങ്കിൽ അഹങ്കാരത്തെ നിർവീര്യമാക്കാം. ഈ എളിമ എന്ന പുണ്യം നമുക്ക് എവിടുന്ന് കിട്ടും? എളിമ എന്ന പുണ്യം സൂപ്പർ മാർക്കറ്റിൽ നിന്നോ കടകളിൽ നിന്നോ നമുക്ക് കിട്ടില്ല. എളിമ എന്ന പുണ്യം കിട്ടാൻ സഭ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മരണോത്ഥാനത്തോടെ, ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർന്ന്, ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളോട് ചേർന്ന് എളിമയെന്ന പുണ്യം സമൃദ്ധമായി നമുക്ക് കൈവശപ്പെടുത്താം. പ്രധാനമായും വിശുദ്ധ കുർബാനയിൽ എളിമയെന്ന പുണ്യമാർജിക്കുവാൻ ഏറ്റവും കൃപയൊഴുകുന്ന കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഉപാധിയാണ്. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ എളിമയില്ലാത്ത ഏതു മനുഷ്യനും വിശുദ്ധിയോടെ കുമ്പസാരിച്ച വ്യക്തിക്ക് എളിമ ആർജിക്കാൻ കഴിയും. ഈ എളിമയോടെ അഹങ്കാരമെന്ന തായ്വേരിനെ തകർത്താൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, പ്രഭാഷകൻ 3:28 ഇപ്രകാരം പറയുന്നു, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. പ്രഭാഷകൻ അതിൻ്റെ 3:28 പറയുകയാണ്, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് യാതൊരു നിലയ്ക്കും പ്രതിവിധിയില്ല. അവിടുന്ന് പ്രഭാഷകൻ തന്നെ 10:9 ഇപ്രകാരം പറയുന്നു, പൊടിയും ചാരവുമായ മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്, പൊടിയും ചാരവുമായ മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നിന്റെ ശരീരം ജീവിച്ചിരിക്കെ തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. അതായത് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും അഹങ്കാരിയാണെങ്കിൽ ഏകദേശം ചത്ത് ചീഞ്ഞ അവസ്ഥയിലാണെന്ന്. എന്ത് മനോഹരമായ പ്രഭാഷകൻ പറയുന്നത്, പൊടിയും ചാരവുമായ മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നിന്റെ ശരീരം ജീവിച്ചിരിക്കെ തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. പ്രഭാഷകൻ വീണ്ടും തുടരുക 11:30 അധ്യായം 30-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്.
കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാ, അഹങ്കാരമുള്ളൊരു വ്യക്തി ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിക്ക് സദൃശമാണ്. അതിനധികം അഹങ്കാരമൊന്നും വേണ്ട, കുറച്ച് മതി. ഞാനെന്ന ഭാവം, എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം അറിയും, ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരുപാട് ഉയർന്നവനാണെന്നുള്ള പിശാച് പറഞ്ഞു തരുന്ന വികലമായ ബുദ്ധിയാണ് അഹങ്കാരത്തിന് ആധാരം. അവിടെ പറയുകയാ, കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെപ്പോലെ നിന്റെ ദൗർബല്യങ്ങൾ അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മുടെ ദൗർബല്യങ്ങളിൽ കണ്ണുടക്കിയ പിശാചിൻ്റെ നിൽപ്പ്. അവനെ നമ്മളെ കൂട്ടിലടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എങ്ങനെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? പരിത്യാഗങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും കഷ്ടപ്പെട്ടാൽ ഈ കൂട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനൊരു ചിന്ത, ഒരു കഥ എല്ലാവരും കേട്ടുപരിചയമുള്ളതാവാം. ഓർമ്മ വരികയാണ്, ഒരിക്കലൊരു മനുഷ്യൻ അവിടുന്ന് 3 പക്ഷികളെ പിടിച്ചുകൊണ്ടുവന്നു, ജീവനോടെ പിടിച്ചുകൊണ്ടുവന്നു. അയാളൊരു വേട്ടക്കാരനാണ്. 3 പക്ഷികളെ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്നു. പക്ഷികളെ ഏറെ ഇഷ്ടം, ഈ പക്ഷികളോട് ഇഷ്ടം തോന്നിയ മനുഷ്യൻ 3 കൂടുകളിലായി ഒരു കൂട്ടിൽ 3 എണ്ണത്തെ വളർത്തി. 3 പേർക്കും ഭക്ഷണം കൊടുക്കും. അതിൽ പ്രത്യേകതയുണ്ട്, 2 പക്ഷികൾ ആ കൊടുക്കുന്ന ഭക്ഷണം ഒക്കെ തിന്നും. പക്ഷെ അതിലൊരു പക്ഷി സഹനങ്ങളിലൂടെ മുന്നേറി, പട്ടിണിയിലൂടെ മുന്നേറി, ത്യാഗങ്ങളിലൂടെ മുന്നേറി. ഒരു പക്ഷി ഒന്നും കഴിക്കില്ല. അവൻ ഭക്ഷണം ഒഴിവാക്കി. ബാക്കി 3 പേർക്കും കൊടുക്കുന്ന ഭക്ഷണം മുഴുവൻ 2 പക്ഷികൾ ഇരുന്ന് തിന്നും. ഈ പക്ഷി ഒന്നും കഴിക്കില്ല. ഈ വളർത്തുന്ന യജമാനന് തിരിച്ചറിഞ്ഞില്ല. എന്നും പക്ഷികൾക്ക് ഭക്ഷണം വയ്ക്കും, പക്ഷികളുടെ കൂട്ടിൽ വെച്ച ഭക്ഷണം കാലിയാവും, വീണ്ടും വയ്ക്കും, വീണ്ടും കാലിയാവും. പക്ഷേ 2 പക്ഷികൾ തിന്ന് കൊഴുത്തു തടിച്ചു വീർത്തു. കമ്പി കെട്ടിയ ഒരു കൂട്ടിലായി 3 പക്ഷികൾ. ഏറെ ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു പക്ഷി ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് 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 ചടച്ച് ശോഷിച്ചു പോയി. മരിക്കുമോ ചത്തുപോകുമോ എന്നുള്ള അവസ്ഥയിലെത്തി. അവസാനം ഒരു ദിവസം ഭക്ഷണം വെച്ച യജമാനൻ പോയപ്പോൾ ഈ 2 പക്ഷികളും തിന്നു കൊഴുത്തപ്പോൾ ചടച്ച് മുള്ളായി തീർന്ന ഈ പക്ഷി അതിൻ്റെ തലയൊന്ന് കമ്പികൾക്കിടയിലൂടെ പുറത്തേക്കിട്ടു. ചങ്ങലകൾക്ക് ഈ കമ്പിയുടെ നെറ്റിനുള്ളിലൂടെ തല പുറത്തേക്കിട്ടപ്പോൾ പക്ഷിക്ക് മനസ്സിലായി, ഇപ്പോൾ ഒന്ന് കുതിച്ചാൽ ഈ കമ്പികൾക്കിടയിലൂടെ നൂന്ന് രക്ഷപ്പെടാവുന്ന അവസ്ഥയിൽ താൻ വളരെയധികം സൂക്ഷിച്ചെന്ന് മനസ്സിലാക്കി. അവിടുന്ന് ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ പക്ഷിയുടെ പകുതി ശരീരം പുറത്തെത്തി. ഒന്നുകൂടി പെടഞ്ഞപ്പോൾ പക്ഷി സ്വതന്ത്രമാക്കപ്പെടുകയും കൂടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരികയും ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ച പക്ഷി അനന്തതയിലേക്ക് തനിക്ക് ദൈവം തന്ന അവശേഷിച്ച ആരോഗ്യവുമായി പറന്നുപോയി. അവന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, കൂട്ടിലടയ്ക്കപ്പെട്ട ആ ജയിലിൽ നിന്നും ആ പക്ഷിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവൻ സന്തോഷത്തിൽ മതിമറക്കുകയും നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കിട്ടുകയും അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. ഞാനിവിടെ പറഞ്ഞത്, ഏറെ പേര് കേട്ടിട്ടുള്ളതാവാം, ഞാനിവിടെ പറഞ്ഞത്, ഈ അഹങ്കാരമെന്ന തിന്മ നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മളിങ്ങനെ തടിച്ചു വീർക്കും. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ, പരിത്യാഗത്തിലൂടെ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഈ അഹങ്കാരത്തെ നിർവീര്യമാക്കാൻ കഴിയൂ എന്ന് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ ശുശ്രൂഷ ജീവിതത്തിൽ പഠിച്ചൊരു സത്യമാണ്. അഹങ്കാരത്തെ നിർവീര്യമാക്കണമെങ്കിൽ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ഉപവസിക്കേണ്ടി വരും. പിശാച് എന്നിൽ നിന്നും നിർവീര്യമാകാൻ, ബലിഷ്ഠമായ തായ്വേരിനെ തകർക്കാൻ ചിലപ്പോൾ ശക്തമായ പരിത്യാഗം വേണ്ടിവരും. ഇത് പക്ഷിയുടെ കഥ. മനുഷ്യൻ്റെ ജീവിതത്തിലായാലും ഇതുതന്നെയാണ് ആധാരം. അവിടുന്ന് വീണ്ടും തിരുവചനം പറയുക, സുഭാഷിതം 21:4, അഹങ്കാരിയുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമാണ്. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമാണ്. സുഭാഷിതം 21:4 നമ്മൾ കേട്ടത്. ഗർവ് നിറയാൻ, അഹങ്കരിക്കാൻ പിശാച് നമ്മുടെ ഈ വൃക്ഷത്തെ ശക്തിപ്പെടുത്തും. അതിൻ്റെ തായ്വേര് ആഴങ്ങളിലേക്ക് ആണ്ടുപോകും. എത്ര കണ്ട് വേര് നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് നമ്മൾ പിശാചിൻ്റെ വലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയാതെ അഹങ്കരിച്ച് അവസാനം വൃക്ഷം വളർന്നാൽ നമ്മൾ ക്ഷയിക്കാൻ തുടങ്ങും. അവസാനം വൃക്ഷം മാത്രമായി മാറും, നമ്മൾ നശിച്ചു പോകും. ഇത് ഒട്ടനവധി മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഒട്ടനവധി ഏതൊക്കെ ലക്ഷ്യത്തിലെത്തുകയും വളരെ വിജയിക്കുകയും നേട്ടം കൊയ്തെടുക്കുകയും ചെയ്ത ഒരുപാട് മനുഷ്യർ ഈ വൃക്ഷത്തിൻ്റെ മലീമസമായ കയ്പുനീരനുഭവിച്ച് നശിച്ചു പോകുന്ന കാഴ്ച. ഈ വൃക്ഷത്തെ തകർക്കാൻ സഭയിറക്കിയ ഏറ്റവും വലിയ ആയുധമാണ് എളിമയെന്ന് നമ്മൾ കണ്ടു. എളിമയെന്ന വജ്രായുധം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് വേറെ ഒരു പുണ്യം ദൈവം ബോണസായി തരും. എളിമയെന്ന പുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോഴേക്കും
വളരെ മനോഹരമായ ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകും. ആ കൃപയുടെ ഉത്തരമാണ് അപരനെ സ്നേഹിക്കാനുള്ള കഴിവ്. യേശു കാണിച്ചു തന്ന മാതൃക അതാണ്. എല്ലാവരുടെയും മുന്നിൽ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലേക്ക്, ഊതിയ പറക്കുന്ന ഗോതമ്പപ്പത്തിലേക്ക് എളിമപ്പെട്ട് ഇല്ലാതെയായ കർത്താവാണ് നമ്മുടെ രക്ഷകൻ. അവിടുന്ന് കാറ്റത്ത് പറന്നു പോകുന്ന ഗോതമ്പപ്പത്തിനുള്ളിൽ കൊടുങ്കാറ്റിനെ ശാന്തനാക്കിയവനുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു. കാറ്റത്ത് പറന്നു പോകുന്ന ഗോതമ്പപ്പത്തിനുള്ളിൽ കടലിനെ ശാസിച്ചവനുണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഊതിയ പറക്കുന്ന ഗോതമ്പപ്പത്തിനുള്ളിൽ അഴുകിത്തുടങ്ങിയ ലാസറിൻ്റെ 4-ാം ദിവസത്തെ ശരീരത്തിന് ജീവൻ കൊടുത്ത കർത്താവുണ്ടെന്ന് മനുഷ്യവർഗത്തെ കാണിച്ചു കൊടുത്തു. കർത്താവ് എളിമപ്പെടാനുള്ള മാർഗം മനുഷ്യന് കാണിച്ചു തന്നു. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സദ്വാർത്തയായിരുന്നു യേശു കാണിച്ചു തന്നത്. ഇതിലൂടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനി എളിമപ്പെടാൻ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് പലരും ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരും എളിമയെ ആർജിക്കാൻ പഠിക്കേണ്ടതാണ്. എളിമ കടന്നു വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, എളിമ കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നൊരു പുണ്യത്തിൻ്റെ പേരാണ് സ്നേഹിക്കാനുള്ള കഴിവ്. ഇത് നേരെ മറിച്ച് അഹങ്കരിക്കുന്നൊരു ഹൃദയം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ അഹങ്കരിക്കുന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ എന്നിലേക്ക് കടന്നു വരുന്ന ഒരു പുണ്യമുണ്ട്. അത് തരുന്നത് പിശാചൊരു പുണ്യം തരും. അത് സകല മനുഷ്യരെ വെറുക്കാനുള്ള പുണ്യം. അഹങ്കരിക്കുന്ന ഹൃദയത്തിലേക്ക് പിശാച് തരുന്ന പുണ്യപ്രവൃത്തിയാണ്, പിശാചിൻ്റെ കയ്യിലുള്ള പുണ്യമേ പിശാചിന് തരാൻ കഴിയൂ. അതിൻ്റെ പേരാണ് വെറുക്കപ്പെടുക, അപരനെ ദ്വേഷിക്കുക, അപരനെ വെറുക്കുക, കോപിക്കുക, കോപഭ്രാന്തനാകുക, ജീവിതത്തെ തിരിച്ചറിയാതെ പൊട്ടിത്തെറിക്കുക. ഇതൊക്കെ അഹങ്കരിക്കുന്ന ഹൃദയത്തിലേക്ക് പിശാച് തരുന്ന ബോണസാണ്. നേരെ മറിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് അഹങ്കാരത്തെ നിർവീര്യമാക്കി എളിമയെ ആർജിച്ചാൽ, എളിമയുള്ള ഹൃദയത്തിലേക്ക് ദൈവം തരുന്ന പുണ്യമാണ് അപരനെ സ്നേഹിക്കാനുള്ള കഴിവ്. പരമവും പ്രധാനവുമായ കൽപ്പന യേശു പഠിപ്പിച്ചു. നിന്നെപ്പോലെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്? നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിൻ്റെ പെരുവിരലിനൊരു വേദന വന്നാൽ നിൻ്റെ തലച്ചോറ് അറിയുന്നത് പോലെ, നിന്റെ പെരുവിരലിനൊരു വേദന വന്നാൽ നിന്റെ തലച്ചോറ് അറിയുന്നത് പോലെ അപരൻ്റെ വേദനയും നിന്റെ തലച്ചോറ് അറിയണം. അതിൻ്റെ പേരാണ് അപരനെ സ്നേഹിക്കാനുള്ള കൃപ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ അതിൻ്റെ 13-ാം അധ്യായത്തിൽ മനോഹരമായ, എല്ലാവർക്കും കേട്ടുപരിചയമുള്ളതാകും, ഒരുപാട് പേർക്ക് കാണാതെ അറിയുന്നതാകും. അവിടെ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ. അവിടെ പറഞ്ഞിട്ടുണ്ട് സ്നേഹം ഒരിക്കലും കോപിക്കുന്നില്ല, സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നത്. സ്നേഹത്തിന് അവിടെ അതിർവരമ്പുകളില്ല. അപരൻ്റെ വളർച്ചയോ അപരൻ്റെ നേട്ടമോ നമുക്കത് പ്രശ്നമല്ല. ഈ സ്നേഹിക്കാത്ത വ്യക്തി എളിമപ്പെടാൻ അവൻ അറിയില്ല. എളിമപ്പെടാത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ അഹങ്കാരമാണ് ഉണ്ടാക്കുക. അഹങ്കരിക്കുന്ന ഹൃദയത്തിൽ ബോണസായി കിട്ടുന്ന മറ്റൊരു സാധനമാണ് അസൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കരിക്കുന്ന ഹൃദയത്തിൽ ബോണസായി ലഭിക്കുന്ന, ഞാൻ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു, വൃക്ഷത്തിൻ്റെ മറ്റൊരു ശക്തനായൊരു വേരാണ് അസൂയ. അഹങ്കരിക്കുന്ന ഹൃദയത്തിലേക്ക് താനേ പൊട്ടിമുളയ്ക്കുന്ന, ഈ തായ്വേരിനോട് ചേർന്ന് പൊട്ടിമുളയ്ക്കുന്ന അഹങ്കാരമെന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രം കടന്നു വരുന്ന മറ്റൊരു വേരാണ് അസൂയ. ഈ അസൂയ കാളകൂട വിഷമാണ്. അസൂയയെക്കുറിച്ച് പറയുന്നു, അത് 1 കൊരിന്ത്യസ് 3:3, 13-ാം അധ്യായത്തിലേക്ക് പിന്നീട് കിടക്കാം. 1 കൊരിന്ത്യസ് 3:3 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ വെറും ജഡികരും സാധാരണക്കാരുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ എത്ര വലിയ നേട്ടങ്ങൾ കൊയ്താലും, ഞാൻ എത്ര വലിയ മനുഷ്യനായാലും, എത്ര വിദ്യാഭ്യാസം നേടിയാലും അസൂയയുണ്ടെങ്കിൽ, അതായത് അഹങ്കാരമുണ്ടെങ്കിൽ അസൂയ കടന്നു വരും. അസൂയയുണ്ടെങ്കിൽ നമ്മൾ ജഡികരാണ്, വെറും സാധാരണക്കാരാണ്. അവിടുന്ന് പറയുകയാണ്, ഈ അസൂയയെ നിർവീര്യമാക്കാൻ ആദ്യം നമ്മൾ അഹങ്കാരത്തിൻ്റെ തായ്വേര് തകർക്കണം. അഹങ്കാരത്തിൻ്റെ തായ്വേര് തകർത്താൽ നഷ്ടപ്പെടുന്നത് നമ്മളിൽ നിന്ന് പിശാചിൻ്റെ സാന്നിധ്യമാണ്. അഹങ്കാരവും അസൂയയും നഷ്ടപ്പെടും. അതോടുകൂടി ബാക്കിയുള്ള വേരുകൾ കോപം, ദ്രവ്യാസക്തി, ജഡികാസക്തി, അലസത, ഭക്ഷണാസക്തി, എങ്ങനെയുള്ള എല്ലാ തിന്മയും ഈ വൃക്ഷത്തിൻ്റെ ബാക്കി വേരുകളെല്ലാം താനെ പൊടിഞ്ഞില്ലാതാകും. അപ്പോൾ ഇതിൻ്റെ മൂലമായി നമ്മൾ കാണുന്നത് അഹങ്കാരമാണ്. അതിനെ തകർക്കാനുള്ള മൂലപുണ്യമാണ് എളിമ. അപ്പോൾ എളിമ ഒരു മനുഷ്യനിൽ അപരനെ സ്നേഹിക്കാനുള്ള കഴിവ് തരുന്നു. ഈ സ്നേഹം മനുഷ്യന് ഒരു ദോഷവും ചെയ്യുന്നില്ല. ഈശോ പഠിപ്പിച്ചില്ലേ, പരമപ്രധാനമായ കൽപ്പന, നീ അപരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമേറിയ വജ്രായുധമെന്ന് ഈശോ പഠിപ്പിച്ചു.
അവിടുന്ന് 1 യോഹന്നാൻ അതിന് 4-ാം അധ്യായം 8-ാം വചനം തുടങ്ങി ഇങ്ങനെ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം അവിടെ പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തത് എന്താ കാരണം? ദൈവിക സാന്നിധ്യം അവനിലില്ല. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവമുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്. അവിടെ അഹങ്കരിക്കുന്ന ഹൃദയത്തിൽ സ്നേഹമില്ല, അവിടെ ദൈവ സാന്നിധ്യമില്ല. നേരെ മറിച്ച് അഹങ്കാരത്തെ തകർക്കുന്ന എളിമയെന്ന പുണ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്, ദൈവസാന്നിധ്യമായ സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ മറ്റൊരു പേരാണല്ലോ സ്നേഹം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അതിൻ്റെ 8, 12, 18, 20 പറയുന്നു. അവസാനം പറയുന്നു, നീ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നീ സ്നേഹിക്കുന്നത് വ്യർത്ഥമല്ലേ? കാണപ്പെടാത്ത ദൈവത്തെ നീ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെന്ന് അവിടെ നമുക്ക് തെളിയിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ സ്നേഹം നന്മയാണ്, കൃപയാണ്. നിൻ്റെ ശരീരം നീ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും അതിൽ വലിയൊന്നുമില്ല. നിൻ്റെ ശരീരം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഭാഗങ്ങളായതൊക്കെ അവിടെ പറയുക, നിൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും നീ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. സങ്കീർത്തകൻ അതിൻ്റെ 91-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഏറെ കേട്ട് ശീലിച്ചൊരു വചനമാണ് 91-ന്റെ 14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ആരെ രക്ഷിക്കുക? എങ്ങനെ രക്ഷിക്കുക? സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഈ സ്നേഹം നമ്മൾ ആർജിക്കണം, അഹങ്കാരത്തെ നിർവീര്യമാക്കണം. ഈ അഹങ്കാരം മനുഷ്യനെ പലതരത്തിൽ ശല്യം ചെയ്യുന്നുണ്ട്. 6 തരത്തിൽ അഹങ്കാരമുണ്ട്. ധനത്തിലുള്ള അഹങ്കാരം, ചിലർക്ക് ധനത്തിലായിരിക്കാം അഹങ്കാരം, ചിലർക്ക് കഴിവുകളിലായിരിക്കാം അഹങ്കാരം, ചിലർക്ക് ആത്മീയമായ അഹങ്കാരമായിരിക്കാം, ചിലർക്ക് പാരമ്പര്യത്തിലുള്ള അഹങ്കാരമായിരിക്കാം, ചിലർക്ക് സൗന്ദര്യത്തിലായിരിക്കാം അഹങ്കാരം. ഇങ്ങനെ വിവിധങ്ങളായ അഹങ്കാരങ്ങളിൽ മനുഷ്യൻ വീണുപോകുന്നു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കൊണ്ടിരിക്കുന്ന ദൈവജനമേ, ആരെങ്കിലും ഇത്തരത്തിൽ അഹങ്കാരത്തിൻ്റെ പിടിയിൽപ്പെട്ട് പിശാച് നിങ്ങളെ പണിയുന്നുണ്ടെങ്കിൽ ഓർക്കുക, അഹങ്കാരമെന്ന തായ്വേരിനെ തകർത്ത് അവിടെ എളിമയെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധ കുമ്പസാരത്തിലൂടെയും എളിമയാർജിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി എളിമയാർജിക്കുകയും അതുവഴി ദൈവം തരുന്ന ബോണസായ സ്നേഹത്തെ സ്വീകരിക്കുകയും അപരനെ സ്നേഹിക്കുകയും കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞ, സൗഹൃദം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് സഭയെ കെട്ടിപ്പടുക്കാം, കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാം, ഇടവകയെ കെട്ടിപ്പടുക്കാം. സ്നേഹമാണ് അഖില സാരമുഴയിൽ. ദൈവം സ്നേഹമാണ്. ഈ തിരുവചനത്തിലൂടെ നമുക്ക് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും പ്രകടമായ ലക്ഷണം. കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സ്നേഹം മനുഷ്യനെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ഒരു ദോഷവും മനുഷ്യന് ചെയ്യാത്ത ഏറ്റവും വലിയ പുണ്യമാണ് സ്നേഹം. അപ്പോൾ എളിമയിലൂടെ സ്നേഹം ആർജിച്ച് നമുക്ക് ശക്തിയുള്ള മനുഷ്യരാകാം, ക്രിസ്തുവിൻ്റെ പടയാളികളാകാം, കുടുംബത്തെ ശക്തിപ്പെടുത്താം, ഇടവകയെ പണിതെടുക്കാം, സഭയ്ക്ക് ശക്തിയായ വലതുകരം ഉയർത്തി ശക്തിയായ കരങ്ങളാക്കി നമുക്ക് മാറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി സ്നേഹത്തിൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ